ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ദോശയാണ്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. പക്ഷേ ഈ ദോശ ചുടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അരിയോ ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ല. അത് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള ദോശയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്ന ഐറ്റമാണ്. അപ്പം ഇത്രയ്ക്ക് അത് മാത്രമല്ല, ഇത് നമുക്ക് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ഈ ക്രിസ്പി ആയിട്ടുള്ള ഈ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ പോയി കണ്ടു നോക്കൂ. അപ്പോൾ അറിയാം എന്തൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയേക്കുന്നതെന്ന്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അരിയും ഉഴുന്നും ഒന്നും ഇല്ലാതൊരു സ്പെഷ്യൽ ദോശയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോണത്. അതിനായിട്ട് ഒരു പയർ, നമ്മൾ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 hour നമ്മളൊന്ന് സോക്ക് ചെയ്തെടുക്കുക. 2 to 3 hour, അത് സമയം അനുസരിച്ച് സോക്ക് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് എന്താണ്, ചൗവരിയാണ്. അപ്പോൾ ചൗവരി നമുക്കൊരു 1 മണിക്കൂർ മാക്സിമം സോക്ക് ചെയ്താൽ മതി. അപ്പം അത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ഇത് ആദ്യം പയറിടുക, അതിന് ശേഷം അതിൻ്റെ ടൈം നോക്കിയതിന് ശേഷം ചൗവരി ഇട്ട് വെച്ചാൽ മതി. അപ്പം ഞാൻ അത് 2 സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ 1 കപ്പ് പയറിന് 1/2 കപ്പ് ചൗവരിയാണ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പുളിയില്ലാത്ത തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് ഓരോന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ചിടാം, കുറേശ്ശെയാണെങ്കിൽ കുറേശ്ശെ 2 ആയിട്ടിട്ട് അരച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് ഒരുമിച്ചിടാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ല പോലെ ദോശയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പം ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. അപ്പം ഞാൻ 1/2 കപ്പ് തൈരും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഓരോരുത്തരുടെ മിക്സിയുടെയൊക്കെ ഇതുപോലെ ഇരിക്കും വെള്ളം ചേർക്കുന്നത്. എന്നാലും നമ്മളൊരു ദോശയുടെ പരുവത്തിന് മാത്രം അരച്ചെടുക്കുക. ചെറിയ ഒരു തരി നിൽക്കുന്ന രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ചുട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റായി പോകും. അപ്പോൾ ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനൊരു 2 to 3 hours ഇതിനൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിമം 2 hour എങ്കിലും വെക്കണം. പിന്നെ സമയമുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ വരെ വെച്ചിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 hour കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലത് ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് മാവ് നമുക്ക് കോരിയെടുക്കാം. ഇത് ഞാൻ മാവ് ആവശ്യത്തിന് ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് എണ്ണ തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. തീ ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ദോശ ചുട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് നെയ്യ് ചേർക്കണമെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് തൂക്കി കൊടുക്കാം. നെയ്യ് തൂക്കി കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഒരു സൈഡ് നല്ലപോലെ മരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ അരി ഉഴുന്നും ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇളകി വരാൻ ശകലം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് നെയ്യ് ചേർത്തിട്ട് ചുട്ടെടുത്താൽ മതി. നമ്മുടെ മുരിഞ്ഞ ആദ്യത്തെ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ദോശയും ചുട്ടെടുക്കാം.
നമ്മളിപ്പം അവസാനത്തെ ദോശയും നമ്മൾ ചുട്ടെടുത്തേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നല്ല മുരിഞ്ഞ ദോശ കണ്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.